സ്റ്റോറി ശിവ. പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. പുനർവിവാഹം. പത്മനാഭൻ ശ്രേയെ അയാളുടെ അടുത്തേക്ക് വിളിച്ചിരുത്തി. പിന്നെ വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ മെല്ലെ തഴുകി. എൻ്റെ മോളുടെ വിവാഹം ഒരാഘോഷമായിട്ട് നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ സമ്മതം കൂടി കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ വെച്ച് താമസിപ്പിക്കാതെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് നടത്താം, അല്ലേ? പത്മനാഭൻ അത് പറയുമ്പോൾ സന്തോഷം നിറഞ്ഞൊരു ചിരിയോടെ സ്വയം മിഴികൾ ഉയർത്തി കാർത്തിയെ നോക്കി. അവൻ്റെ മുഖത്തും അതേ സന്തോഷം നിറഞ്ഞ ചിരിയുണ്ടായിരുന്നു. കാശിക്കും മീനാക്ഷിക്കും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാൻ കേട്ടോ. ഇനി ഞാനായിട്ട് തീരുമാനം എടുത്തു എന്ന് തോന്നരുത്. പത്മനാഭൻ കാശിനാഥിൻ്റെയും മീനാക്ഷമ്മയുടെയും നേർക്ക് മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. കാർത്തിയുടെ സന്തോഷമാണ് എനിക്ക് വലുത്. പിന്നെ ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് ഞാനല്ല, അമ്മയാണ്. എനിക്കും അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എൻ്റെ മക്കളുടെ സന്തോഷം തന്നെയാണ് എനിക്കും വലുത്. രണ്ടു മക്കളെയും നോക്കി മീനാക്ഷിയമ്മ പറഞ്ഞു നിർത്തിയതും പത്മനാഭൻ പതിയെ സോഫയിൽ നിന്ന് എഴുന്നേറ്റു. പിന്നാലെ ശ്രേയ. പത്മനാഭൻ മീനാക്ഷിയുടെ നേർക്ക് നോക്കി. എന്നാ പിന്നെ മീനാക്ഷി, ഞാൻ ഇവളുമായിട്ട് ഇറങ്ങിക്കോട്ടെ. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവരുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇവളെ ഇവിടെ നിർത്തുന്നത് അത്ര ശരിയല്ലല്ലോ. കാര്യം ഇവരിത്രയും നാൾ ഒരുമിച്ച് കഴിഞ്ഞവരൊക്കെ തന്നെയാണ്. പക്ഷേ അത് നമുക്കല്ലേ അറിയൂ, നാട്ടുകാർക്കറിയില്ലല്ലോ. പത്മനാഭൻ അത് പറയുമ്പോൾ ശ്രേയയും കാർത്തിയും പരസ്പരം ഒന്ന് നോക്കി. ഇത്രയും നാൾ ഒന്നിച്ചു കഴിഞ്ഞതുകൊണ്ടാവണം പിരിയാൻ മടിച്ചെന്നോണം ഇരുവരുടെയും മുഖം മങ്ങി. മോളെ, എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ നീ പോയി എടുത്തോണ്ട് വാ. സമയം കളയാതെ നമുക്ക് ഇറങ്ങാം. എനിക്ക് വേറൊരിടം കൂടി പോവാനുണ്ട്, പത്മനാഭൻ ശ്രേയോടായി പറഞ്ഞു. ശ്രേയ്ക്കാണെങ്കിൽ അവിടുന്ന് പോവാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. മടിച്ചു നിന്നുകൊണ്ട് അവൾ കാർത്തിയുടെ നേർക്ക് നോക്കി. താൻ പോകുന്നതിൽ അവരും താല്പര്യമില്ലെന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി. രണ്ടിൻ്റെ മുഖം കണ്ടിട്ടിപ്പോൾ രണ്ടിനും കാണാതിരിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. കാശിനാഥൻ ഒരു ചിരിയോടെ ഇരുവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടപാടെ മീനാക്ഷമ്മ പുരിക ഉയർത്തി കാശിനാഥൻ്റെ നേർക്കൊരു നോട്ടം നോക്കി. പറയുന്ന നീ എങ്ങനെയാണെന്ന മറ്റൊരു നോട്ടം. മീനാക്ഷിയമ്മ ശ്രേയയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കവിളിലൂടെ മെല്ലെ തലോടി. നിന്നെ ഇവിടുന്ന് വിടാൻ എനിക്കും മനസ്സില്ല മോളെ. പക്ഷേ മോളുടെ അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. കല്യാണത്തിന് മുമ്പ് മോളിവിടെ നിന്നാ നാട്ടുകാരതും ഇതൊക്കെ പറയും. വെറുതെ നമ്മളായിട്ട് അതിനൊരു ഇട കൊടുക്കണ്ട. മോളുടെ അച്ഛനും അത് പിന്നെ വിഷമാവും. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് പോയെന്ന് പറഞ്ഞാലും എപ്പോൾ വേണമെങ്കിലും മോൾക്ക് ഇങ്ങോട്ട് വരാലോ. വലിയ ദൂരമൊന്നും ഇല്ലല്ലോ. അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് എന്തായാലും മോൾ ഇങ്ങോട്ടല്ലേ വരുന്നേ. മീനാക്ഷിയമ്മ അതും പറഞ്ഞ് ശ്രേയയുടെ നെറ്റിയിൽ ചുംബിച്ചു. വാത്സല്യത്തോടെയുള്ള അമ്മയുടെ ആ ചുംബനമേറ്റ് അവളുടെ മിഴികൾ നനവൂർന്നു. മീനാക്ഷിയമ്മയുടെ മിഴികളിൽ തന്നോടുള്ള ഒരു അമ്മയുടെ വാത്സല്യവും സ്നേഹവും കരുതലും അവൾ കണ്ടു. മീനാക്ഷിയമ്മയുടെ കവിളത്തൊരു ഉമ്മ കൊടുത്ത ശേഷം പതിയെ മുഖം വെട്ടിച്ചവൾ കാർത്തിയുടെ നേർക്കൊന്ന് നോക്കി. പിന്നെ അവൻ്റെ മുറിയിലേക്ക് നടന്നു. അതോടെ പത്മനാഭനും മീനാക്ഷിയും കൂടി സംസാരിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് നടന്നു. കാർത്തി ശ്രേയയുടെ അടുത്തേക്കും. കാശിനാഥൻ കല്യാണിയുടെ നേർക്ക് മീശ പിരിച്ചൊരു കള്ളച്ചിരിയോടെ നോക്കി പതിയെ നടന്ന് അവളുടെ അരികിലേക്ക് ചെന്നു. തൊട്ടടുത്തായി അവൻ വന്നു നിന്നതും എന്തുകൊണ്ടോ മുമ്പെങ്ങും ഇല്ലാത്ത വിധം തൻ്റെ നെഞ്ചിടി പേർന്നത് അവൾ അറിഞ്ഞു. അവളുടെ കൈവിരലുകൾ കസേരയിൽ മുറുക്കി. ചുറ്റുമൊന്ന് നോക്കി മറ്റാരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കാശി അവളുടെ കാതോരം മുഖം ചേർത്തു. അവൻ്റെ ചൂട് നിശ്വാസങ്ങൾ കാതിൽ പതിച്ചതും ശരീരം പെട്ടെന്ന് കുളിര് കോരുന്ന പോലെ അവൾക്ക് തോന്നി. അതേ, കല്യാണം കഴിഞ്ഞോട്ടെ മോളെ. ഇന്നലെ രാത്രി വരാത്തതിൻ്റെ പണിഷ്മെന്റ് കൂടി ഞാൻ അപ്പം തരുന്നുണ്ട്. തൽക്കാലം എന്താ ഇപ്പൊ ഇത് പിടി എന്ന് പറഞ്ഞൊരു കള്ളച്ചിരിയോടെ അവൻ അവളുടെ കാതിൽ മെല്ലെ കടിച്ച ശേഷം പിൻകഴുത്തിലായി ചുംബിച്ചു. കല്യാണി ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. പിന്നെ നാണത്തിൽ പൊതിഞ്ഞൊരു പുഞ്ചിരിയോടെ അവനെ ഒന്ന് നോക്കിയ ശേഷം അവൾ വേഗം സിറ്റ് ഔട്ടിലേക്ക് നടന്നു. അത് നോക്കി നിൽക്കെ പ്രണയത്തിൽ പൊതിഞ്ഞൊരു പുഞ്ചിരി കാശിയുടെ ചുണ്ടിലും വിരിഞ്ഞു. കാർത്തി അവൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ശ്രേയ ബാഗിലേക്ക് അവളുടെ ഡ്രസ്സൊക്കെ എടുത്തു വയ്ക്കുകയാണ്.
പിന്നിലൂടെ ചെന്നവൻ അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ കഴുത്തിടുക്കിൽ മുഖം ചേർത്തു. പോണോടി? അവളുടെ കാതോരവൻ ചോദിച്ചതും തീരെ താല്പര്യമില്ലാത്ത മട്ടിൽ അവൾ പതിഞ്ഞൊന്നും മൂളി. എനിക്ക് നിന്നെ ഇവിടുന്ന് വിടാനേ തോന്നുന്നില്ല. പക്ഷെ നിന്റെ അച്ഛൻ ഇങ്ങനെ വന്ന് പറയുമ്പോൾ എങ്ങനെയാ പറ്റില്ല എന്ന് പറയാ? പിന്നിപ്പോ എന്തായാലും പണ്ടത്തെ പോലെ അച്ഛനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും കാണാം. അതുകൊണ്ട് തന്നെ എനിക്ക് കാണാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ ഓടി വരും അങ്ങോട്ട്. അതും പറഞ്ഞവൻ അവളുടെ കഴുത്തിൽ മെല്ലെ ചുംബിച്ചതും അവൾ തിരിഞ്ഞു വന്നു. അവളുടെ കൺകോണുകളിൽ നീർമണികൾ ഉരുണ്ടുകൂടിയിരുന്നു. അത് കണ്ടതും അവളുടെ മുഖം അവൻ കൈക്കുമ്പിളിലാക്കി. നീരുറവ ഉറഞ്ഞുകൂടിയ ഇരുവരുടെയും മിഴികൾ തമ്മിൽ കൊരുത്തു. വാക്കുകളേക്കാൾ മനോഹരമായി ഹൃദയങ്ങൾ സംസാരിക്കുന്ന നിമിഷങ്ങൾ. പിരിയാൻ മടിയോടെ ഇരു ഹൃദയങ്ങളും പ്രണയത്തിന്റെ ഭാഷ മൊഴിഞ്ഞു തുടങ്ങി. അതരങ്ങൾ വിതുമ്പി. അടുത്ത നിമിഷം സകല നിയന്ത്രണവും വിട്ടവൻ അവളെ ചുംബിച്ചു. ഭ്രാന്തമായി. അവന്റെ ചുംബനങ്ങൾ ഓരോന്ന് ഏറ്റുവാങ്ങുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. സങ്കടത്തോടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തവനെ കെട്ടിപ്പിടിച്ചു. പിന്നെ അവന്റെ മാറിൽ ചുണ്ടുകൾ ചേർത്ത് ചുംബിച്ചു. അപ്പോഴേക്കും അവന്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. ശ്രേയയും കൊണ്ട് പത്മനാഭൻ വീട്ടിലെത്തി. അയാളുടെ തിരക്കുകൾക്കൊടുവിൽ വൈകുന്നേരം അയാൾ തന്റെ വലം കൈയായ വാസുദേവനുമായി വീടിന്റെ ഉമ്മറത്ത് കല്യാണത്തിന്റെ ചർച്ചകൾ ആരംഭിച്ചു. വാസു, നാളെ തന്നെ മുഹൂർത്തം കുറിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടല്ലോ. പിന്നെ 2 വിവാഹവും കൂടി ഒന്നിച്ചൊരു പന്തലിൽ നടത്തണമെന്ന അവരുടെ ആഗ്രഹം കേട്ടപ്പോൾ നല്ലതാണെന്ന് എനിക്കും തോന്നി. അല്ലെങ്കിൽ പിന്നെ ചേട്ടൻ നിൽക്ക അനിയന്റെ കല്യാണം നടന്ന നാട്ടുകാരതും ഇതുമൊക്കെ പറയില്ലേ? പത്മനാഭൻ പറഞ്ഞത് കേട്ട് ശരിയെന്ന മട്ടിൽ വാസുദേവൻ തലയാട്ടി. എങ്കിലും അയാളുടെ മുഖത്തൊരു വാട്ടം നിൽക്കുന്നത് പത്മനാഭൻ ശ്രദ്ധിച്ചു. അവന് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് അയാൾക്ക് തോന്നുകയും ചെയ്തു. എന്താ വാസു, നിന്റെ മുഖത്തിനെന്താ ഒരു തെളിച്ചമില്ലാത്ത? അതിപ്പോ ഞാൻ പറയുന്നത് ശരിയാണോന്നൊന്നും അറിയില്ല. പക്ഷേ ഇപ്പൊ അത് പറയാതിരിക്കുന്നതും ശരിയല്ല. നീ മുഖവുരയിടാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പിന്നെ പപ്പേട്ടാ, എൻ്റെ അഭിപ്രായത്തിൽ 2 കല്യാണം കൂടി ഒരുമിച്ച് നടത്തണ്ടെന്ന. അത് മറ്റൊന്നും കൊണ്ടല്ല, കാശിയുടെയും കല്യാണിയുടെയും കാര്യം പപ്പേട്ടനറിയാലോ. അത് നാട്ടിലും പാട്ടാ. അപ്പൊ പിന്നെ 2ഉം കൂടി ഒന്നിച്ച് നടത്തിയ വരുന്നവരും പോണവരും ഒക്കെ അതും ഇതുമൊക്കെ പറയില്ലേ? അത് പപ്പേട്ടനെയും ബാധിക്കില്ലേ? മടിച്ചാണെങ്കിലും വാസുദേവൻ കാര്യം പറഞ്ഞു. അതോടെ പത്മനാഭന്റെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം പാടെ മാഞ്ഞു. വാസുദേവൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് പത്മനാഭനും തോന്നി. ബന്ധുക്കൾക്കും നാട്ടുകാർക്കും പറഞ്ഞു ചിരിക്കാനൊരവസരം താനായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. പത്മനാഭൻ ആലോചനയോടെ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. പിറ്റേന്ന് നേരം പുലർന്നു. പുലർച്ചെയുള്ള തണുപ്പ് കാര്യമാക്കാതെ പത്മനാഭൻ എഴുന്നേറ്റ് കുളത്തിൽ പോയി കുളിച്ചു വന്ന് ഷർട്ടും മുണ്ടും അണിഞ്ഞ് റെഡിയായി. പിന്നെ നേരെ ചെന്ന് കാറിൽ കയറി കാശിനാഥന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്രതീക്ഷിതമായി പുലർച്ചെ തന്നെ അയാൾ വീട്ടിലേക്ക് വന്ന് കയറിയതിന്റെ ആശ്ചര്യത്തിലായിരുന്നു കാശിനാഥനും മീനാക്ഷിയമ്മയും. മീനാക്ഷിയമ്മ പറഞ്ഞതനുസരിച്ച് കല്യാണി ചെന്നു കാർത്തിയെ വിളിച്ചുണർത്തി. പത്മനാഭൻ വന്ന വിവരം അറിയിച്ചു. ഉറക്കച്ചടവോടെ എഴുന്നേറ്റ് കണ്ണൊന്ന് തിരുമിയ ശേഷം കല്യാണിക്ക് പിന്നാലെ അവനും ഹാളിലേക്ക് വന്നു. ഹാളിലെ സോഫയിലിരിക്കുന്ന പത്മനാഭനെ കണ്ടതും പെട്ടെന്ന് മുഖം കൈകൊണ്ട് തുടച്ചുകൊണ്ട് അവൻ പുഞ്ചിരിച്ചു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ എന്തോ ആലോചനയിലായിരുന്നു പത്മനാഭൻ. അയാളുടെ അസ്വസ്ഥമായ മുഖഭാവത്തിൽ നിന്നും ഗൗരവമുള്ള എന്തോ കാര്യം അയാൾക്ക് പറയാനുണ്ടെന്ന് അവർക്കെല്ലാം മനസ്സിലായി. വാസുദേവൻ പറഞ്ഞ കാര്യങ്ങൾ അവരോടെങ്ങനെ അവതരിപ്പിക്കുമെന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു പത്മനാഭനപ്പോൾ. താനത് പറയുമ്പോൾ മീനാക്ഷമ്മയും കാശിനാഥനും കാർത്തിയും കല്യാണിയും ഒക്കെ അതെങ്ങനെ എടുക്കുമെന്നും പറയാൻ പറ്റില്ല. ഒരുപക്ഷെ തന്നെ തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ അതിൻ്റെ പേരിൽ ഇത് പറയാതെ ഇരുന്നാലും ശരിയാവില്ല. മനസ്സിനാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നേരം വെളുക്കും മുമ്പേ തന്നെ ഇത് പറയാനായി ഇങ്ങോട്ടേക്ക് വന്നത്. പപ്പേട്ട. പത്മനാഭൻ പതിയെ കണ്ണു തുറന്നു. മീനാക്ഷി, ഞാനിപ്പോൾ വന്നതൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. അതിനു മുമ്പ് എനിക്ക് കാർത്തിയുടെ ജാതകം ഒന്ന് വേണം. നമ്മുടെ കീഴാറ്റൂരുള്ള സോമപ്പണിക്കരെ കണ്ട് മുഹൂർത്തം കുറിക്കാനാ. ഓ, അതിനെന്താ പപ്പേട്ടാ, ഞാനിപ്പോൾ എടുത്തോണ്ട് വരാം. അതും പറഞ്ഞ് മീനാക്ഷിയമ്മ കല്യാണിയുമായി അകത്തേക്ക് പോയി.
അല്പം കഴിഞ്ഞതും കാർത്തിയുടെയും കാശിനാഥന്റെയും കല്യാണിയുടെയും ജാതകം അവരെടുത്തുകൊണ്ട് വന്നു. ഇതിൽ 3 പേരുടെ ഉണ്ട്. പത്മനാഭന് നേരെ നീട്ടിക്കൊണ്ട് മീനാക്ഷിയമ്മ പറഞ്ഞു. 3 പേരുടെയും വേണ്ട, കാർത്തിയുടെ മാത്രം മതി. പത്മനാഭന്റെ മറുപടി കേട്ട് മീനാക്ഷിയമ്മ ഒരു നിമിഷം സംശയിച്ചു നിന്നു. അതെന്താ പപ്പേട്ട, ഒന്നിച്ച് വിവാഹം നടത്തുമ്പോ കാശിയുടെയും കല്യാണിയുടെയും കൂടി നോക്കുന്നത് നല്ലതല്ലേ? മീനാക്ഷിയമ്മ പറഞ്ഞത് കേട്ട് പത്മനാഭൻ സോഫയിൽ ഒന്ന് ഇളകിയിരുന്നു. മീനാക്ഷി, അത് പിന്നെ ഞാൻ പറയുന്നോണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. 2 വിവാഹവും കൂടി ഒന്നിച്ച് നടത്താതിരിക്കുന്നതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. പത്മനാഭൻ പറഞ്ഞത് കേട്ട് കാശിനാഥനും മീനാക്ഷിയമ്മയും പരസ്പരം ഒന്ന് നോക്കി. പത്മനാഭൻ കല്യാണിയുടെ നേർക്കൊന്ന് നോക്കി. മോള് പോയി എനിക്കൊരു ചായ എടുത്തോണ്ടോ. കേട്ടപാടെ ശരിയെന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടിയ ശേഷം കല്യാണി നേരെ അടുക്കളയിലേക്ക് നടന്നു. മീനാക്ഷി, വേറൊന്നും കൊണ്ടല്ല, നിനക്കറിയാലോ കല്യാണിയുടെയും കാശിനാഥിൻ്റെയും കാര്യം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അവരിവരെ കുറിച്ച് പറയുന്നതൊക്കെ അത്ര നല്ല രീതിയിലൊന്നും അല്ല. അങ്ങനെയുള്ളപ്പോൾ ഈ 2 വിവാഹം കൂടി നമ്മൾ ഒന്നിച്ച് നടത്തിയ അതിൽ പങ്കെടുക്കാൻ വരുന്നവരൊക്കെ ഇവരെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരും. അപ്പോൾ ഇവരെ മാത്രമല്ല, കാർത്തിയും എൻ്റെ മോളെയും പിന്നെ എൻ്റെ ഇമേജിനെയും ഒക്കെ ഒരുപാട് ബാധിക്കും. വെറുതെ നമ്മളായിട്ട് അതിനൊരവസരം ഒരുക്കി കൊടുക്കണം. പപ്പേട്ടനെ എന്താ ഈ പറഞ്ഞു വരുന്നത്? അത് പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, കാശിയും കല്യാണിയും തമ്മിലുള്ള വിവാഹം ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിലോ മറ്റോ വെച്ച് ആദ്യം നടക്കട്ടെ. അതിനുശേഷം നമുക്ക് കാർത്തിയും എൻ്റെ മോളും തമ്മിലുള്ള വിവാഹം ആഘോഷമായിട്ട് നടത്താം. എന്തു പറയുന്നു? അത് പറ്റില്ല പാപ്പേട്ട, 2 വിവാഹവും കൂടി ഒന്നിച്ച് തന്നെ നടത്തിയാൽ മതി. അങ്ങനെ ഒരാളുടെ വിവാഹം മാത്രമായിട്ട് ആർഭാടായി നടത്തണ്ട. എനിക്ക് കാശിയും കാർത്തിയും ഒരുപോലെ തന്നെയാണ്. അതിന് ഇനിയൊരു മാറ്റം ഉണ്ടാവാനും പോണില്ല. പിന്നെ പറയുന്നവരെന്ത് വേണേ പറയട്ടെ, അല്ലെങ്കിൽ തന്നെ കുടത്തിൻ്റെ വാ മൂടിക്കെട്ടും പോലെ നമുക്ക് ആൾക്കാരുടെ വാ മൂടിക്കെട്ടാൻ പറ്റുമോ? മീനാക്ഷിയമ്മ തെല്ലൊരു അരിശത്തോടെ പറഞ്ഞു. കാശിനാഥന്റെ മുഖത്തെ തെളിച്ചവും പാടെ മാറിയിരുന്നു. അതല്ല മീനാക്ഷി, നാട്ടുകാർ മാത്രമല്ല, എൻ്റെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നേ. ഒന്നാമതേ വിവാഹം കഴിക്കാതെ തന്നെ ഗർഭിണിയായ പെണ്ണല്ലേ കല്യാണി. അപ്പൊ പിന്നെ അവളെക്കുറിച്ച് മറ്റുള്ളവരെ എന്തു പറയുമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിഞ്ഞൂടെ? പപ്പേട്ടാ, അതൊരലർച്ചയായിരുന്നു. കാർത്തി ഞെട്ടലോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു അവരുടെ മുഖം. മുഷ്ടി ചുരുട്ടി ദേഷ്യം കടിച്ചമർത്തി പത്മനാഭനെ നോക്കി നിൽക്കുകയാണ് കാശിനാഥനും. രംഗം വഷളാവെന്ന് കണ്ടതും പെട്ടെന്ന് കാർത്തി അവർക്കിടയിലേക്ക് കയറി വന്നു. അങ്ങോട്ട് പറയുന്നതും കാര്യമുണ്ടമ്മേ. ഏട്ടൻ്റെ കല്യാണം ആദ്യം നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് മതി എൻ്റെ. വെറുതെ ഇതിൻ്റെ പേരിലൊരു നാണക്കേട് ആർക്കും ഉണ്ടാക്കാൻ നിൽക്കണ്ട. കാർത്തി എടുത്തടിച്ച പോലെ പറയുന്നത് കേട്ട് മീനാക്ഷിയമ്മയും കാശിനാഥനും ഒരുപോലെ അമ്പരന്ന് പോയി. കാർത്തി! മീനാക്ഷിയമ്മ നേർത്ത സ്വരത്തിൽ വിളിച്ചു. അമ്മ എന്താ പറയാൻ പോകുന്നതെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ കാര്യത്തിൽ അങ്കിള് പറയുന്നത് തന്നെയാണ് ശരി. അതുപോലെ തന്നെ നടന്നാൽ മതി. മീനാക്ഷിയമ്മയെ പറയാൻ സമ്മതിക്കാതെ കാർത്തി അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് നടന്നു. തുടരും.